അപ്പോൾ ഇത് നമ്മുടെ 10ാമത്തെ ക്ലാസ് ആണ്. LD ക്ലർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിലെ 10ാമത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ഈ 10 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറേ അധികം ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അത് ഇതിവിടം കൊണ്ട് തീരുന്നില്ല. പരീക്ഷ എന്നാണോ അന്ന് വരെയും ഇങ്ങനെയുള്ള ക്ലാസ്സസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ RPF-ന്റെ എക്സാമിന് വേണ്ടിയുള്ളതും CHSL പരീക്ഷയുടെയും ബാങ്ക് എക്സാമിൻ്റെയും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്തു പോകുന്നുണ്ട്. മറ്റ് ഒരുപാട് പരീക്ഷകളുടെ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. സമയക്കുറവ് മൂലമാണ് അതിലേക്കൊന്നും എനിക്ക് കടക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ചെറിയൊരു വീഡിയോയാണിത്. 5 ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 5ൽ 8 ഭാഗവും ആ സംഖ്യയുടെ 3ൽ 2 ഭാഗവും കൂട്ടിയാൽ 62 കിട്ടും. സംഖ്യ ഏത്? അപ്പോൾ നമുക്കിവിടെ സംഖ്യയായിട്ട് അസ്യൂം ചെയ്യാനായിട്ട് ഒരു നമ്പർ വേണം. നമുക്ക് നമ്പർ എത്രയാണെന്ന് അറിയത്തില്ല. സാധാരണഗതിയിൽ നമ്മൾ നമ്പറിനെ 100 ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ X ആയിട്ട് എടുക്കും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്പറിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന ഭാഗങ്ങൾ 8ൽ 5ഉം അതേപോലെ 3ൽ 2ഉമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ 8ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്പറിനെ ഞാൻ നമ്പറായിട്ട് അസ്യൂം ചെയ്താൽ എൻ്റെ കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ആ ഫ്രാക്ഷൻ അവിടെ അങ്ങ് ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 8ന്റെയും 3ന്റെയും കോമൺ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 24നെ നമ്പറായിട്ട് അസ്യൂം ചെയ്യുന്നു. 24 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ LCM ആണ്. അപ്പോൾ നമ്പർ 24 ആണെന്ന് സങ്കല്പിച്ചാൽ ഈ ആദ്യത്തെ പാർട്ട് എത്ര ആയിരിക്കും? 24 × 5/8. അപ്പോൾ എത്ര കിട്ടും? 8 × 3. അപ്പോൾ എത്രയായി? ഫസ്റ്റ് പാർട്ട് 15 ആണ്. സെക്കൻഡ് പാർട്ട് എത്ര ആയിരിക്കും? നമ്പർ 24 ആണല്ലോ. അപ്പോൾ 24 കൊണ്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? 8 × 2 16. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 15ഉം സെക്കൻഡ് പാർട്ട് 16ഉം രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 31. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ശരിക്കും എത്ര കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 62. അപ്പോൾ മക്കളെ 31 എന്ന് പറയുന്നതാണ് എത്ര? 62. 31 എന്ന് പറഞ്ഞാൽ 62 ആണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ശരിക്കും നമ്മൾ നമ്പർ എത്ര ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്? 24 ആയിട്ടല്ലയോ? 1 2 ആണെങ്കിൽ 24 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? 48. സോ ആൻസർ എത്ര? 48. ശരിയാണോ? യെസ്, 48. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. നീലിമ സഞ്ചരിച്ച തീവണ്ടി 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 300 കിലോമീറ്റർ ഓടിയാണ് കോഴിക്കോട് എത്തിയത്. തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 2 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂർ കൊണ്ട് 300 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ തീവണ്ടിയുടെ ശരാശരി വേഗത കണ്ടുപിടിക്കുന്ന എപ്പോഴും km/h 2.5 മണിക്കൂറിൽ 300 ആണെങ്കിൽ km/h കിട്ടാൻ 1 മണിക്കൂറിൽ എത്ര എന്ന് ആലോചിച്ചാൽ മതി. 1 മണിക്കൂറിൽ എത്ര? അല്ലെങ്കിൽ തന്നെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 2.5. ഇനി ഈ 2.5 എന്ന് പറയുമ്പോൾ 300 ഡിവൈഡഡ് ബൈ 5/2 എന്ന് എടുക്കാം അല്ലേ? 5/2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 300 × 2/5 5 60. 60 × 2 120 km/h. അതേത് തീവണ്ടിയാണ് അത്? കോഴിക്കോട് 120 കിലോമീറ്റർ. വന്ദേ ഭാരത് പോലും ചിലപ്പോൾ പോട്ടെ, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ 120 km/h. സോ ആൻസർ എത്ര? 120 കിലോമീറ്റർ. വേഗത മണിക്കൂറിൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 120 കിലോമീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 3ാമത്തെ ചോദ്യം. X ജോലിക്കാർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 16 ദിവസം വേണം എങ്കിൽ 2x ജോലിക്കാർക്ക് അതിന്റെ പകുതി ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? X ജോലിക്കാർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 16 ദിവസം വേണം. എത്രയോ പേർക്ക്, അതാണല്ലോ X എന്ന് പറയുന്നത്. എത്രയോ പേർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 16 ദിവസം വേണം. അതിന്റെ ഇരട്ടി ജോലിക്കാർക്ക് അതിന്റെ പകുതി ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? മക്കളെ നോക്കിക്കോ. X ജോലിക്കാർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ, X ആളുകൾക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 16 ദിവസം വേണം. 2x ആളുകൾക്ക് എത്ര ആയിരിക്കും? എഫിഷ്യൻസി ഇരട്ടി ആവുകയാണെങ്കിൽ ടൈം പകുതിയാകും. ടൈം ആൻഡ് വർക്കിന്റെ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഘോരം ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ എഫിഷ്യൻസി ഇരട്ടി ആകുമ്പോൾ ടൈം പകുതിയാകും. അപ്പം 2x ആളുകൾ വരുവാണെങ്കിൽ ഇവിടെ ഇരട്ടിയായെങ്കിൽ ഇവിടെ പകുതിയാകും. അപ്പോൾ എത്ര ദിവസം വേണം? 8 days. 8 ദിവസം മതി അല്ലെ? എഫിഷ്യൻസി ഇരട്ടിയായി, അപ്പോൾ ടൈം പകുതിയായി. അപ്പോൾ 2x ആളുകൾക്ക് ആ മുഴുവൻ ജോലി ചെയ്യാൻ, ഫുൾ ജോലി ചെയ്യാൻ 8 ദിവസം വേണം. അതിന്റെ പകുതി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹാഫ് ഓഫ് ദ വർക്ക്. മൊത്തം ജോലിക്ക് 8 ദിവസമാണെങ്കിൽ പകുതി ജോലിക്ക് എത്ര ദിവസമായിരിക്കും മക്കളെ?
4 ദിവസം. സോ ആൻസർ 4 days. വെരി സിമ്പിൾ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഒന്നുകൂടെ പറയാം, എടേ എക്സ് ജോലിക്കാർക്ക് 16 ദിവസം വേണം. ഓക്കെ, വിശദമാക്കി തന്നില്ല എന്ന് വേണ്ട. എക്സ് ആളുകൾക്ക് 16 ദിവസം വേണം. ഓക്കെ, 2x ആളുകൾക്ക്, 2x ആളുകൾ എന്ന് പറയുമ്പം ഈ ഉള്ള ആളുകളുടെ ഇരട്ടിയായില്ലേ, ഇൻറ്റു 2. എഫിഷ്യൻസി ഇരട്ടിയായി. ആളുകളുടെ എണ്ണം കൂടുക എന്ന് പറയുമ്പോൾ ജോലി ചെയ്യുന്നതിനുള്ള കഴിവ് കൂടുക, എഫിഷ്യൻസി കൂടുക. അപ്പോൾ എഫിഷ്യൻസി ഇരട്ടിയായാൽ ടൈം എന്ത് ചെയ്യും? പകുതിയായിരിക്കും. ടൈമും എഫിഷ്യൻസിയും വർക്ക് സെയിം ആണെങ്കിൽ ടൈമും എഫിഷ്യൻസിയും എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുവാണെങ്കിൽ എയും ബിയും അവരുടെ എഫിഷ്യൻസി തമ്മിലുള്ള റേഷ്യോ x/y ആണ്. അവരുടെ ടൈം തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? y/x ആയിരിക്കും. അതായത് നേരെ തിരിഞ്ഞു വരും, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി ഇത്ര ആലോചിച്ചാൽ മതി. എഫിഷ്യൻസി ഇരട്ടിയായാൽ ടൈം പകുതിയാവും. എഫിഷ്യൻസി 2 കൊണ്ട് ഗുണിച്ചാൽ ടൈമിനെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഹരിക്കണം. അപ്പം 2x ആളുകൾക്ക് 8 ദിവസം വേണം അല്ലേ? ഇപ്പോൾ ഇത് എക്സ് ആളുകളെന്ന്, എക്സിന് വേറെ ഞാൻ 10 എന്ന് കൊടുക്കുന്നു. 10 പേർക്ക് ഒരു ജോലി ചെയ്യാൻ 16 ദിവസം വേണം. അപ്പം അതിൻ്റെ ഇരട്ടി 20 പേരുണ്ടല്ലോ. ആള് കൂടിയാൽ പെട്ടെന്ന് ജോലി തീരും. അപ്പോൾ പകുതി മതി. ഇരട്ടി ആളുകൾ വന്നാൽ പകുതി സമയം മതി. ഒരാൾ ചെയ്യേണ്ട ജോലി ഒരാൾക്ക് 16 ദിവസമാണ്. 2 പേരാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ 8 ദിവസം മതി. കാരണം ആളിന്റെ എണ്ണം കൂടുമ്പോൾ ജോലി പകുതിയായിട്ട് കുറയും. ജോലി തീരുന്ന സമയം കുറയത്തില്ലേ? സിമ്പിൾ ലോജിക്. സോ എഫിഷ്യൻസി ഇരട്ടിയായാൽ ടൈം പകുതിയാവും. ഓക്കെ, അപ്പോൾ 2x ആളുകൾക്ക് 8 ദിവസം മതി. 2x ആളുകൾക്ക് 8 ദിവസം മതി. ഇനി അപ്പോൾ എന്തിനു വേണ്ടിയാ? മൊത്തം ജോലിക്ക് വേണ്ടി. അപ്പോൾ ഫുൾ വർക്കിന് എത്ര ദിവസം മതി? 8 ദിവസം മതി. ഇവിടെ നമുക്ക് ഫുൾ വർക്ക് അല്ല ചെയ്യേണ്ടത്. പകുതി ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം വേണം? പകുതി ജോലിയാണ്. സോ ഹാഫ് ഓഫ് ദ വർക്ക് എത്ര ദിവസം വേണം? ഫുൾ വർക്കിന് 8 ദിവസമാണെങ്കിൽ ഹാഫ് ഓഫ് ദ വർക്കിന് എത്ര ദിവസം മതി? 4 ദിവസം മതി. 4 days. യെസ്. സോ അടുത്ത ചോദ്യം, 3x is equal to 729 ആയാൽ 3x-1 എത്ര? ഓക്കെ മക്കളെ, 3x 729 ആണ്. ഇതിപ്പം 729 ആണെന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും അങ്ങ് പോത്തില്ല. ചുമ്മാ ഒന്ന് എഴുതി നോക്കിയാൽ മതി. അതായത് അല്ലെങ്കിൽ പിന്നെ 729 ഫാക്ടറൈസ് ചെയ്ത് നോക്കണം. ചിലർ അങ്ങനെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി 729 ഫാക്ടറൈസ് ചെയ്യാൻ പോകും. ഒന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. 3 × 3 9, 9 × 3 27, 27 × 3 81, 81 × 3 243, 243 × 3 729. അപ്പോൾ എത്ര എണ്ണമായി? 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ 3/6 ആണ് എത്ര? 729. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 3/6 ആണെന്ന് കിട്ടി. ഇനി എന്താണ്? 3x-1. സോ 3/6 - 1 എന്ന് പറയുമ്പോൾ 3/5 എത്ര? ഇതിൽ നിന്ന് ഒരു 3 അങ്ങ് കളഞ്ഞാൽ മതി. അതായത് 729നെ 3 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 3/5. എത്ര പറഞ്ഞേ? അതായത് 3 × 3 9, 9 × 3 27, 27 × 3 81, 81 × 3 243. സോ 3/5. x-1 എന്ന് പറയുമ്പോൾ 6 - 1 5. സോ 3/5 എത്ര? 243. ശരിയാണോ? എക്സാക്ട്ലി. അല്ലാതെ ഇവിടെ പോകാൻ. സോ 243. വെരി സിമ്പിൾ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് വലിയ നമ്പർ ഒക്കെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്തൊക്കെ നോക്കാം. ചെറിയ നമ്പർ ആണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ക്യൂവിൽ 5 കുട്ടികൾക്ക് എത്ര രീതിയിൽ നിൽക്കാൻ കഴിയും? മക്കളെ, ഇവരൊരു വരിയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വരിയോ നിരയോ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഇവർ നിൽക്കുന്നതെങ്കിൽ ഇവരെ നമുക്ക് 5 എത്ര പേരാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. 5 പേരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ നമുക്ക് 5 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി 5 ഫാക്ടോറിയൽ എന്താണെന്ന് ചോദിച്ചാൽ 5 മുതൽ താഴോട്ടുള്ള സംഖ്യകൾ എഴുതി അങ്ങ് ഗുണിച്ചാൽ മതി. അതായത് 5 × 4 × 3 × 2 × 1. അപ്പോൾ എത്ര കിട്ടും? 5 × 4 20, 20 × 3 60, 60 × 2 120 രീതിയിൽ നമുക്ക് ഇവരെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ശരിയാണോ നോക്കാം നമുക്ക്. 120. യെസ്. സോ എത്ര പേര് ഒരു വരിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ. അപ്പോൾ 5 പേരാണ് 5 ഫാക്ടോറിയൽ. 5 × 4 × 3 × 2. 4 പേരാണെങ്കിൽ 4 ഫാക്ടോറിയൽ. 4 × 3 × 2 × 1 എന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി സർക്കിളിനാണെങ്കിൽ വ്യത്യാസം വരും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. സർക്കിളിലാണെങ്കിൽ ഈ ഇക്വേഷൻ അല്ല, വൃത്താകൃതിയിലാണ് നിൽക്കുന്നതെങ്കിൽ വേറൊരു രീതിയിലാണ്. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ നമ്മൾ പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. അത് നമ്മളുടെ ചാനലിൽ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാം.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയൊരു ക്ലാസ്സാണ്, ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല, വെറും 5 ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അതിൽ ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്, അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുക. അതുപോലെ LD ക്ലർക്കിന് വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിലാണ് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഇപ്പോഴും വീഡിയോസ് ഓരോ ദിവസവും ഓരോ ക്ലാസ്സസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.